എന്താ ഈ സീറ്റിന്റെ കാര്യം ഇനി ഉണ്ടോ? ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാം നമുക്ക് കിട്ടുമോ? 8 സീറ്റേ ഉള്ളൂ. അല്ല, കേരള കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റ് ഇന്നലെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസുമായി പാർട്ടി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ചകളിലൂടെ കോൺഗ്രസ് പാർട്ടി ഇപ്രാവശ്യത്തെ പ്രത്യേക സാഹചര്യത്തിൽ UDFന്റെ വിജയം ഉറപ്പാക്കാനും പരസ്പരമുള്ള വിട്ടുവീഴ്ചകളിലൂടെ ഒരു ധാരണയിൽ മുന്നോട്ട് പോകാനുമുള്ള അഭ്യർത്ഥന വെച്ചു. അതിനടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് 10 സീറ്റ് എന്നുള്ളത് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ ആ സീറ്റുകൾ പാർട്ടിക്ക് തിരികെ ലഭിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വൺ ടൈം എഗ്രിമെന്റ് എന്ന നിലയിൽ ഞങ്ങൾ അതിനോട് സഹകരിച്ചിട്ടുണ്ട്. അത് UDFന്റെ വിജയത്തിന് വേണ്ടിയാണ്. UDF തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളും ജയിച്ചു വരണമെന്ന കാഴ്ചപ്പാടോടെ വെച്ചു. ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ അക്കാര്യത്തിലുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളത് പാർലമെന്റ് കോട്ടയം ലോക്സഭാ സീറ്റ് ഉൾപ്പെടെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് മത്സരിക്കാൻ കഴിയുന്ന വിധത്തിൽ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നണി ക്രമീകരിച്ചു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പാർട്ടി വിലയിരുത്തുകയുണ്ടായി. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചു വരിക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസുമായി പരസ്പര ധാരണയോടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. പാർട്ടി ചെയർമാൻ ശ്രീ P. ജോസഫ് സാർ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ക്ലോസ് ചെയ്യുന്നു. പാർട്ടി പ്രവർത്തന ഇലക്ഷൻ രംഗത്തേക്ക് ഞങ്ങൾ കടക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടാണ്. ഏറ്റുമാനൂർ സീറ്റിന്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ്. ഇപ്പൊ എല്ലാം ക്ലിയർ ആണ്.